ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പിസ്സയാണിത്. ഓവൻ ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുന്നായി ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്കൊരു 2 സ്പൂൺ പാലിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ശേഷം അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. ശേഷം നമുക്കിനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഇനി 1 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ശേഷം 1/2 സ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഈസ്റ്റ് കലക്കിയ നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ലൂസായ വിധത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഞാനൊരു 2 മണിക്കൂറോളം അത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് ഓയിലൂടെ ചേർത്തതിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ച് മാറ്റി വെക്കാൻ. 2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അതേസമയം നമുക്കൊരു 3 തക്കാളിയും 1 സവാളയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ ഞാനൊരു 2 വിസിലടിപ്പിക്കുന്നുണ്ട്. ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഒരു 3-4 സ്പൂൺ കെച്ചപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ച് മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സയിലേക്ക് ഞാനിവിടെ ഒരു 2 ക്യാപ്സിക്കവും 2 തക്കാളിയും 1 സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ചിക്കൻ വറുത്തും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം